നമ്മളിങ്ങനെ ഷേപ്പിനാക്കി വലിച്ചു നീട്ടി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഉണക്കിയെടുത്തിട്ടാണ് വിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ രാവിലത്തെ ജോലി. അതായത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു ഷേപ്പ്, ജസ്റ്റ് ഇതാണ് അതിൻ്റെ ഷേപ്പ്, ഇത്രേ ഉള്ളൂ സംഭവം. എന്നെ സഹായിക്കാൻ മുകളിലത്തെ അവളുമുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ ചെയ്യുന്നത്. ഗ്യാസിൻ്റെ അവിടെ മാമ ഇരുന്ന് ചെയ്തേരും. പിന്നെ അപ്പോഴേക്കും നമ്മൾ അടുക്കളയിൽ കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒതുക്കിയാൽ മതി. അപ്പോഴത്തേക്കിനും അവരെല്ലാം അവിടെ ഇരുന്നാൽ മതി. ഞാൻ പോയി എല്ലാം എടുത്ത് വെള്ളം അവരെടുത്ത് വെച്ചോളും, കുഴപ്പമില്ല. 2 ചെറിയ പാത്രത്തിന് അവിടെ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവരവിടെ ചേർന്നിരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളവിടെ ഇരുന്ന് അവരവിടെ ഇരുന്ന് ചെയ്തോളും. നമ്മുടെ ജോലിയൊക്കെ അവരൊന്ന് ഇത് സെറ്റായി വരുന്ന സമയത്ത് വിളിക്കും. അപ്പം നമ്മൾ ചെന്നാൽ മതി. നമ്മളല്ല, ഇവളിപ്പം മാത്രമേ വരത്തുള്ളൂ. ഇവള് ജസ്റ്റ് എന്നെ ഇതിൽ മാത്രം ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മൾ ഓൾറെഡി റൂമിൽ AC ഇട്ടിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഇത് കട്ടയായി പോകും. പഞ്ചസാര ആയതുകൊണ്ട് ടൈം ചൂടോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യും, കട്ടയായി പോകും. അപ്പം നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ചൂടോടെ ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ വലിച്ച് നീട്ടിയെടുത്ത് കട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹാർഡാവും. അപ്പോൾ കട്ട് ചെയ്യാൻ പാടാം. അതുപോലെ തണുപ്പ്, ഇപ്പോൾ ഫാനായാലും AC ആയിരുന്നാലും ഇട്ട് നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് ഇത് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം പെട്ടെന്ന് ഇത് പന്നലായി പോകും. പിന്നെ ഇത് ഉപയോഗമില്ലാത്ത രീതിയിലായി പോകും. ഏകദേശം ഒരു 10-15 കിലോ പഞ്ചസാര വരും തോന്നുന്നു ഒരെണ്ണം ഉണ്ടാക്കുന്നത് ഒരു സമയം. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 എണ്ണമാണ് ഒരു റിയാലിന് കൊടുക്കുന്നത്. ഇവിടുത്തെ ഒരു റിയാലാകുമ്പോൾ ഇന്ത്യൻ മണിയിൽ 247 വരും. ഒരു റിയാലൊക്കെ ആകുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഇതിന് 10 റിയാലിനാണ് ഒരു കാർട്ടൂൺ സെയിൽ ചെയ്യുന്നത്. പിന്നെ കസ്റ്റമർ ഉണ്ടെങ്കിൽ കസ്റ്റമർ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇവർ ഷോപ്പിൽ കൊണ്ടുപോയി വിൽക്കാറുമുണ്ട്. പിന്നെ ഈദ് ടൈമിന്, പെരുന്നാളിൻ്റെ ടൈമിന് നല്ല രീതിക്ക് എല്ലാ ദിവസവും ഒരു 4-5 എണ്ണമൊക്കെ ഉണ്ടാക്കും. ഇപ്പം നോർമൽ ഡേയ്സ് 2 എണ്ണം, ചില ദിവസം 1 എണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഭയങ്കര പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ തോള് ഭയങ്കര വേദനയായിരിക്കും. അതായത് നമ്മളിതെടുത്തിട്ട് അടിക്കുമ്പോഴത്തേക്ക് പഞ്ചസാര വെയിറ്റ് കൂടും. ആദ്യം എടുത്തിടുമ്പോൾ വെയിറ്റ് കണക്കില്ല, പക്ഷെ ഇത് അടിച്ചടിച്ച് വരുമ്പോൾ വെയിറ്റ് കൂടി വലിഞ്ഞു വരും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്നത്, ഈ കത്രിക പിടിച്ച് കട്ട് ചെയ്യുന്ന കാര്യം നമ്മുടെ കയ്യിൽ ഭയങ്കര വേദനയാണ് ഡെയിലി ആകുമ്പോഴത്തേക്കും. എന്നാലും അവരുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും. ഞാൻ ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ ആദ്യം വിചാരിച്ചതാണ്. പിന്നെയും അപ്പം ഇവിടെ മുമ്പൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവർ 20 വർഷമായിട്ട് ഇവരിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അവരിവിടെ തന്നെ നിന്നത്. അപ്പോഴത്തേക്കിന് ഡെയിലി ആകുമ്പോഴത്തേക്കിന് പാടാ. ഷോൾഡർ വേദന എടുക്കും, മുട്ട്, കാലൊക്കെ ഇതൊക്കെ എടുത്ത് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പേരപ്പാടെ നടക്കുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധം പരുവാവും. പിന്നെ ഈ കത്രിക പിടിച്ച് ഇത് കട്ട് ചെയ്യുന്ന കാര്യം, ഇത് കുറച്ചുകൂടി കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പാടാ. ചൂടോടെ പെട്ടെന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സംഭവം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാണ്. കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ അത് കളയാനേ കൊള്ളാമോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ കറക്റ്റ് ആ ഒരു ടൈമിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കട്ട് ചെയ്യാവുകയും ചെയ്യും. ഇതിനകത്ത് ഹോൾസ്, ബബിൾസ് വീണിട്ട് എന്ത് ചെയ്യും, കേടായിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കളറിന് വേണ്ടിയിട്ട് ഇവരെന്താ ചേർക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഇതുപോലെ റോസ് കളർ ഒരു ലായനിയാണ് ചേർക്കുന്നത്, പക്ഷെ എന്നാ എനിക്കറിയില്ല. വൈറ്റ് കളറും ഉണ്ടാക്കും, അതായത് പഞ്ചസാര കളർ ചേർക്കാണ്ടും ഉണ്ടാക്കും. 2 ടൈപ്പ് ഉണ്ടാക്കും. ഇതിപ്പോൾ കളർ ചേർത്തിട്ടുള്ളതാണ്, അത് റോസ് കളർ. പിന്നെ ഇവിടുത്തെ ബാബയും പിള്ളേരും ഒക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുമെന്ന്. ഇപ്പം എല്ലാവരും ഇവിടെ എല്ലാവരും സുബഹിക്കൊക്കെ ഉറങ്ങുന്നത്. രാത്രിയൊന്നും ആർക്കും ഉറക്കമില്ല. എല്ലാവരും ഗെയിം കളിയും പുറത്ത് ബുക്കൊക്കെ ആയിട്ടൊക്കെ അങ്ങ് നടക്കും. ആരും പകലൊന്നും കാണത്തില്ല. ഈ ഉച്ച വരെയുള്ള ടൈമിലൊന്നും ആരും അങ്ങനെ കാണത്തില്ല. അതുവരെ എല്ലാവരും ഉറക്കമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ആരെയും അതുവരെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ചില ദിവസമൊക്കെ തോന്നുന്നെങ്കിൽ പിള്ളേരൊക്കെ ചിലപ്പം രാവിലെയൊക്കെ ചിലപ്പം ഉണ്ടെങ്കിൽ സഹായിക്കുമെന്ന്. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്വന്തം ഇത് കണക്ക് തന്നെ. മാമായും സഹായിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഇവളുള്ളത് കൊണ്ട് പിന്നെ മാമായി ഇരുത്തത്തില്ല. അവർക്ക് നല്ല പ്രായമുണ്ട്. അവരും വന്നിരുന്ന് സഹായിച്ചു തരും. അപ്പം അവർ സഹായിക്കണം എന്ന് വെക്കുമ്പോൾ ഞാൻ പറയും വേണ്ട, പൊക്കോ, പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറയും. അവർ പിന്നെ 10 മണിക്കൊക്കെ വരത്തുള്ളൂ. ഇത് കണക്ക് അവർ ജസ്റ്റ് ഒന്ന് അവിടെ ഗ്യാസിൻ്റെ അവിടെ ഇരുന്ന്, ഞാനിവിടെ ഇരുന്ന് ഇത് ഒരെണ്ണം ചെയ്യുമ്പോൾ അടുത്തത് അവിടെ
ഗ്യാസിലിരിക്കുക. അപ്പം അവരിരുന്ന് നോക്കിക്കോളും, കുഴപ്പമില്ല. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ വെയിറ്റ് ആണ്. അപ്പം അവർക്ക് എടുത്തൊഴിക്കാനൊന്നും പറ്റത്തില്ല. എടുത്തൊഴിക്കാനും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി എടുത്തടിച്ചൊക്കെ എടുത്തുകൊണ്ട് വരും. അപ്പം അതുവരെ അവരവിടെ ഇരിക്കും. ഞാനും ഇട്ട് അവിടെ ഇരുത്തി അവിടെ ഇരുന്നോളും, കുഴപ്പമില്ല. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാൻ ഇളക്കി കൊടുക്കണം. പഞ്ചസാര ആയതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഇളക്കി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അടി. അതായത് നമ്മളെ ചെമ്പുണ്ടല്ലോ, നമ്മുടെ ബിരിയാണി ചെമ്പിനകത്താണ് ഉണ്ടാക്കുന്നത്. ഞാനതിൻ്റെ എന്താ പറയുക, അത് അടിക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൽ എടുത്തിട്ടിട്ടുണ്ട്. ഞാനത് എന്താ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ചൂടോടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. രാവിലെ ചായയുടെ പരിപാടി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കും ഇത് റെഡിയായി. പിന്നെ അതവിടെ ഉപേക്ഷിച്ചിട്ടാണ് പിന്നെ ഇത് നോട്ട് കയറി. പിന്നെ വേണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താവും, ഇത് ഒട്ടിപ്പിടിച്ച് ഇത് കട്ടയായി തുടങ്ങും. പെട്ടെന്ന് ഇത് ഇതാവും. തണുപ്പടിക്കും തോറും ഓൾറെഡി AC ഇട്ടിട്ടുണ്ട് റൂമിൽ. ഡോറ് തുറന്നിട്ടേക്കണം എന്താണെന്നായിരിക്കും അല്ലേ. ഡോറ് തുറന്നിട്ടേക്കുന്നത് മേ ബി ഭയങ്കര ചൂടാ ഇവിടെ. രാവിലെ തന്നെ ചൂട് തുടങ്ങി. അല്ല അയ്യോ 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 മറ്റേത് കഴിക്കുമ്പോൾ എടുത്തൊഴിക്കാൻ മാമ വിളിച്ചു. മാമ ഇനിയിപ്പം റൂമിൽ പോകും. അവരിനിയിപ്പം എന്താ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവർ പോയി ഒന്നുകൂടി നോക്കി അതൊക്കെ ഒന്ന് അവിടെ ഇരിക്കും. ഞാൻ പോയി അതെടുത്ത് ഒഴിച്ചിട്ടൊക്കെ വരാം.